ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് ഈ വകുപ്പ് എന്നെനിക്ക് ഞാൻ ഏറ്റെടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. നേരത്തെ ഞാൻ ട്രാൻസ്പോർട്ടിൻ്റെ ചുമതലയേറ്റപ്പോൾ എൻ്റെ ഒരു തോന്നൽ അതായിരുന്നു വലിയ തലവേദന. പക്ഷേ ഇത് തലവേദന ഉണ്ടാകുന്ന ഒന്നായിരുന്നെങ്കിലും എൻ്റെ തലവേദനയുടെ ഭൂരിപക്ഷം ഭാഗവും ഏറ്റെടുക്കാൻ വനം വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രയാസമുണ്ടായിരുന്നില്ല എന്ന് ഈ ഘട്ടത്തിൽ ഈ നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വനമേഖല 2-3 തരത്തിലുള്ളതാണ്. ഒന്ന്, ഇടതൂർന്ന് നിൽക്കുന്ന വൻമരങ്ങളുള്ള വലിയ കാടുകൾ. 2, ഇടവിട്ട് നിൽക്കുന്ന കാടുകൾ. 3, കുറ്റിക്കാടുകളും മരങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണ കാടുകൾ. ഈ കാടുകളുടെയെല്ലാം നിലനിൽപ്പുണ്ടായാൽ മാത്രമേ ആഗോളതാപനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കൊണ്ട് വല്ലാതെ പ്രയാസമനുഭവിക്കുന്ന ലോക ജനതയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് വലിയ പ്രാധാന്യം നൽകാൻ നമ്മൾ ആഗ്രഹിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഇത് വിദ്യാർത്ഥികളിൽ നിന്നും ആരംഭിക്കണം. കാരണം വിദ്യാർത്ഥികളാണ് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകേണ്ടത്. അവരുടെ ഭാവിയും മനുഷ്യരുടെ ഭാവിയും ഈ ലോകത്തിൻ്റെ ഭാവിയും നല്ല ബോധ്യത്തോടുകൂടി കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടവരും അവരാണ് എന്ന തോന്നലാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? എല്ലാ വിദ്യാലയങ്ങളിലും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. നഗരവനം, ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങിയ വിവിധ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ഈ പ്രക്രിയയിൽ പങ്കാളികളാക്കണം. കഴിഞ്ഞ തവണ അത് കുറേ കൂടി ശ്രദ്ധിച്ചപ്പോൾ വലിയ പ്രതികരണമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായത്. ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം 6 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 2 സർക്കാർ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുമാണ് കഴിഞ്ഞ തവണ ബഹുമാനിക്കേണ്ട ഒരു ചടങ്ങാക്കി ഈ ചടങ്ങിനെ മാറ്റണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് നല്ലൊരു നിർദ്ദേശമായി എല്ലാവർക്കും തോന്നി. അവരുടെ പ്രിൻസിപ്പൽമാരെ, വിദ്യാർത്ഥി പ്രതിനിധികളെ, ചുമതലയുള്ള അധ്യാപകന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവരിൽ പലരും ഇവിടെ എത്തിച്ചേരുകയും ചിലർ അവർക്കുടെ പ്രയാസങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സമാനമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇത്തവണയും അതുപോലെ ഇത്തവണ 3 കോളേജുണ്ട്. എനിക്കൊരു സംശയമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കീർത്തി 5 കോളേജുണ്ട്. വെരി ഗുഡ്. അപ്പോൾ 5 കോളേജും 6 ഹൈസ്കൂളുകളിലുമായിട്ടാണ് ഈ പ്രാവശ്യം നടത്തുന്നത്. അവരെയും ക്ഷണിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അനുവദിച്ചതായുള്ള ഉത്തരവ് ഇവിടെ വെച്ച് കൈമാറുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ നേരത്തെയുള്ളവരും ഇപ്പോഴുള്ളവരും കൂടുമ്പോൾ അതൊരു വലിയ കൂട്ടായ്മയാകും. ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ 2030 ആകുമ്പോഴേക്കും അത് കേരളത്തിലെ പകുതിയോളം കോളേജുകളിലും 3/4 ഭാഗത്തോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അത് പ്രാവർത്തികമാക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ചില സ്ഥലത്തെങ്കിലും അതിൻ്റെ ഗൗരവത്തിൽ അതെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ബോധവുമായിരിക്കണം, ഒരു ധാരണ വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ ധാരണ ഉണ്ടാക്കുന്നതിനാണ് അവരെയും കൂടി വിളിച്ച് ഈ പരിപാടിയുടെ ഭാഗമാക്കി അവരെ ബഹുമാനിക്കണമെന്ന് തീരുമാനിച്ചത്. അവർക്കെല്ലാം വലിയ തോതിലുള്ളതിലെങ്കിലും കൊച്ചു കൊച്ചു ഉപഹാരങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ വന്യജീവി ക്വിസ് മത്സരമാണ്. അത്തരം മത്സരങ്ങൾ നടത്തുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ചോദ്യം ഡിവിഷൻ അടിസ്ഥാനത്തിൽ, സർക്കിൾ അടിസ്ഥാനത്തിൽ, സംസ്ഥാന അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് സമ്മാനം കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുതലമുറയിൽ വനസംരക്ഷണത്തിൻ്റെയും വന്യജീവി സംരക്ഷണത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളിക്കുക വഴി മാനവികമായ മൗലികമായ ജീവിത സന്ധാരണത്തിനു വേണ്ടിയുള്ള ശുദ്ധവായു, ശുദ്ധജലം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ അന്തരീക്ഷത്തിലെ ഊഷ്മാവിനെ തണുപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യമൊരുക്കി കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുക എന്ന ഏറ്റവും മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. വന്യജീവി അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ എന്താണ് മാറുന്നത്? ഇപ്പോൾ
കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി ആളുകൾ കൊല്ലപ്പെടുന്നില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? 2 മാർഗങ്ങളാണ് നമ്മൾ തീരുമാനിച്ചത്. ഒന്ന്, ഇവരുടെ അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനാവശ്യമായ സഹായ ജീവൻ രക്ഷാ പ്രവർത്തന പരിപാടികൾ, അതിന് പ്രതിരോധം എന്നാണ് പറയുന്നത്. പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുക. ഇവിടെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പൊക്കെ എനിക്ക് പറയുന്നതിൽ മടിയില്ല. വനംവകുപ്പ് ഓഫീസിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ ഇത് കള്ളുഷാപ്പാണെന്നൊക്കെ പറഞ്ഞ് ഉത്തരം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പഴയ കഥയാണ്. ഇപ്പം അങ്ങനെയല്ല. ഒരു സംഭവം ഉണ്ടായാൽ ശ്രദ്ധിക്കണം. സംഭവം ഉണ്ടായാൽ അടുത്ത നിമിഷം വനംവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ടീം അവിടെ എത്തുകയും ജനങ്ങളെ സഹായിക്കാനുള്ള കർമ്മ പദ്ധതികളുമായി അവർ മുന്നേറുകയുന്നുണ്ട്. മൃഗത്തോട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവർ ചെയ്യേണ്ടത് സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. നേരത്തെ ഉണ്ടായിരുന്ന അലംഭാവം മാറ്റി കർമ്മനിരതരായ ഒരു സേനയാക്കി വനം വകുപ്പ് സേനയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.